ലതീഷ്, കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ കോഴിക്കോട് LDF-നെ സംബന്ധിച്ച് ഏറ്റവും സ്ട്രോങ് ഹോൾഡായ ഇടമാണ്. കഴിഞ്ഞ തവണത്തേതിൽ നിന്നൊരു മാറ്റം ഈ തവണ ഉണ്ടാകുമോ? കാരണം UDF കുറെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും മാറ്റത്തിന് സാധ്യതയുണ്ടോ? എന്താണ് കാണാൻ കഴിയുന്നത്? ശരത്, മനു, ആ നിലയിൽ വലിയ മാറ്റം UDF പ്രതീക്ഷിക്കുന്ന ഒരു ജില്ല തന്നെയാണ് കോഴിക്കോട്. എന്നാൽ LDF-ന്റെ ഉറച്ച കോട്ടകളിൽ യാതൊരു വിള്ളലും ഉണ്ടാകില്ല എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് LDF ഉള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2001-ലും 2011-ലും UDF അധികാരത്തിൽ വന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ, സമീപകാലത്ത് അധികാരത്തിൽ വന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ 2001-ൽ 6 സീറ്റ് UDF-ന് കിട്ടി. അതിൽ നിന്ന് അവർ പിന്നീട് കരകയറാൻ UDF-ന് സാധിച്ചിട്ടില്ല, പ്രത്യേകിച്ച് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ് എന്ന് തന്നെ പല മണ്ഡലങ്ങളും അവകാശപ്പെടുമ്പോഴും കോഴിക്കോടും വടകരയും ലോക്സഭാ സീറ്റുകളിൽ അവർ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി തുടർച്ചയായി ജയിച്ചു വരുമ്പോഴും കഴിഞ്ഞ 20 വർഷമായി കോൺഗ്രസിന് MLA ഇല്ലാത്ത ഏക ജില്ലയാണ്, വടക്കൻ കേരളത്തിലെ ഒരു ജില്ല തന്നെയാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും മറ്റും ഒരു മുന്നേറ്റം പ്രതീക്ഷയാകും എന്നുള്ളൊരു കണക്കുകൂട്ടൽ UDF-ന് ഉള്ളത്. ഞാൻ 2001-ലെ കാര്യം പറഞ്ഞു. 2011-ൽ UDF അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ പോലും LDF-ന് 10 സീറ്റുകൾ നേടിത്തന്ന ജില്ലയാണ് കോഴിക്കോട്. അതുകൊണ്ട് തന്നെ LDF ഇത്തവണയും വലിയ പ്രതീക്ഷ ഈ കോഴിക്കോട് ജില്ലയിൽ വെക്കുന്നുണ്ട്. കാരണം വലിയ വികസന മുന്നേറ്റങ്ങൾ നടന്ന ജില്ല കൂടിയാണ് കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത്. ഏത് മണ്ഡലം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും ആ മണ്ഡലങ്ങളിലെല്ലാം വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താനും അതിന് നേതൃത്വം നൽകാനും ഇവിടെയുള്ള ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആകെ 13-ൽ 11-2 ആണ്. അതിൽ തന്നെ രണ്ട് MLA-മാർ, അതായത് UDF-ന്റെ ഭാഗത്തു നിന്ന് MK മുനീർ മാത്രമാണ് മാറി നിൽക്കുന്നത്. LDF-ന്റെ മറ്റെല്ലാ MLA-മാരും മത്സരിക്കുന്നു. കൊയിലാണ്ടിയിൽ അപ്രതീക്ഷിതമായി മരണം സംഭവിച്ച നമ്മെ വിട്ടുപിരിഞ്ഞ കാനത്തിൽ ജമീലയ്ക്ക് പകരമായി മുൻ MLA K ദാസൻ മത്സരിക്കുന്നു. അത്തരത്തിൽ ജനകീയരായ ആളുകൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. സിറ്റിംഗ് MLA-മാരെ കൊണ്ട് തന്നെ മണ്ഡലം നിലനിർത്താം എന്നുള്ള കൃത്യമായ കണക്കുകൂട്ടലിലാണ് LDF ഉള്ളത്. ബേപ്പൂർ, എലത്തൂർ, ബാലുശ്ശേരി, പേരാമ്പ്ര, കുന്നമംഗലം, കോഴിക്കോട് നോർത്ത് അടക്കമുള്ള LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരു വിള്ളലും ഉണ്ടാക്കാൻ UDF-ന് ഈ ഒരു കൊണ്ടുപിടിച്ച പ്രചരണത്തിനിടയിലും കഴിഞ്ഞിട്ടില്ല എന്ന ആത്മവിശ്വാസമാണ് LDF-നുള്ളത്. ഒപ്പം നാദാപുരത്തും ഒരു മാറ്റവും സംഭവിക്കില്ല എന്ന് LDF ഉറച്ചു പറയുന്നു. UDF ആവട്ടെ ചില മണ്ഡലങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു കണക്കുകൂട്ടൽ അവർക്കുണ്ട്. അത് കൊയിലാണ്ടിയുണ്ട്, അതേപോലെ തന്നെ കോഴിക്കോട് സൗത്ത് തിരിച്ചു പിടിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ UDF പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം തിരുവമ്പാടി പോലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ തിരുവമ്പാടിയിൽ ലിൻഡോ ജോസഫ് എന്തായാലും വിജയിച്ചു കയറും എന്നുള്ള കാര്യത്തിൽ LDF-ന് ഒരു തർക്കവുമില്ല. ഒപ്പം കുറ്റ്യാടിയാണ്. നേരത്തെ ശരത്തും അതേപോലെ തന്നെ മനുവും സൂചിപ്പിച്ച പോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഈ 2 സ്ഥാനാർത്ഥികൾ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയ ആദ്യ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLA ആയ KK ലതികയെ പരാജയപ്പെടുത്തി പാറക്കൽ അബ്ദുള്ള ജയിച്ചു വരുന്നത് 1000 ചില്ലാനം വോട്ടിനാണ്. കഴിഞ്ഞ തവണ KP കുഞ്ഞമ്മദൂട്ടി മാസ്റ്റർ വിജയിക്കുന്നത് 333 വോട്ടിനാണ്. ആ നിലയിൽ ഫോട്ടോ ഫിനിഷിംഗിലാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും കുറ്റ്യാടി മണ്ഡലത്തിൽ ജയപരാജയങ്ങൾ നിർണയിച്ചത്. ആ നിലയിൽ തന്നെ ഇത്തവണയും അവിടെ ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എന്തായാലും LDF 11 സീറ്റുകൾ ആണ് നിലവിലുള്ളത്. അതിൽ വടകര കൂടി അവർ കൂടുതലായി ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാരണം വടകരയിൽ വലിയ മുന്നേറ്റം LDF സ്ഥാനാർത്ഥി വഴി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞുവെന്നാണ് LDF കരുതുന്നത്. UDF ആവട്ടെ സ്വാഭാവികമായും കേരളത്തിൽ അവർക്ക് ഭരണത്തിൽ ഏറണമെങ്കിൽ കോഴിക്കോട് നിന്ന് കുറച്ച് MLA-മാരെങ്കിലും ഇത്തവണ ഉണ്ടാവണം എന്നുള്ള നിലയിൽ ആ നിലയിലുള്ള നല്ല പ്രവർത്തനം UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് UDF ആ അസസ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ കടന്നു വന്ന ജില്ലകളിലൊക്കെ ഏറെക്കുറെ ഉറപ്പാണ് എങ്ങനെയൊക്കെയാണ് മണ്ഡലങ്ങളിൽ മുന്നണികളുടെ സ്പേസ് എന്നുള്ളത്. കോഴിക്കോട് വരുമ്പോഴാണ് UDF-ന് ഈ എക്സിറ്റ് പോളിൽ കണ്ടതുപോലെ എങ്കിലും അധികാരത്തിൽ വരണമെങ്കിൽ സീറ്റുകൾ കൂടുതൽ പിടിക്കേണ്ടി വരുന്നത്. പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ ഇതേ എക്സിറ്റ് പോളുകളും ഇതേ ഇലക്ഷൻ അനാലിസിസിലും കാണുന്നത് അത്തരം ഒരു ന്യൂനപക്ഷ ഏകീകരണം UDF പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിച്ചിട്ടില്ല, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ത്രികോണ മത്സരം പലയിടങ്ങളിൽ, അത് ഞാൻ കോഴിക്കോടിൻ്റെ മാത്രമല്ല പറയുന്നത്, കേരളത്തിലാകെ ത്രികോണ മത്സരം കുറേ കൂടി ശക്തിപ്പെട്ട സാഹചര്യം. അതുകൊണ്ട് തന്നെ കുറ്റ്യാടിയിൽ പറയുന്ന ലതീഷ് പറഞ്ഞ ഈ ഫോട്ടോ ഫിനിഷ് ഉണ്ടല്ലോ, ആ ഫോട്ടോ ഫിനിഷ് ഇനി കേരളത്തിൽ പല മണ്ഡലങ്ങളിലും കാണാം. പല അപ്രതീക്ഷിത ജയങ്ങളും തോൽവികളും സംഭവിക്കാം. മുന്നണികളെ അത് ബാധിച്ചേക്കാം. അൾട്ടിമേറ്റായിട്ട് അത് BJP-യുടെ തോൽവിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങളെ കൊണ്ടുപോകും. പക്ഷേ ഈ UDF-നും LDF-നും ഇടയിലത് വലിയ കാഷ്വാലിറ്റികൾ അതെങ്ങനെയാണെന്ന് പ്രവചിക്കാൻ സാധ്യവുമല്ല. അത് വളരെ പ്രധാനപ്പെട്ടതായി നാളെ നമ്മൾ കാണാനിരിക്കുന്ന ഒരു വിവരമാണ്. അപ്രതീക്ഷിതമായ ജയങ്ങളും തോൽവികളും സംഭവിക്കാം. കുറ്റ്യാടി ഫോട്ടോ ഫിനിഷിൽ തന്നെ ഇത്തവണയും ഇടതുപക്ഷത്തുണ്ടാകും
എന്ന് അല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നു. പേഴ്സണലി പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്. കുറ്റ്യാടിക്ക് മാറ്റം ഉണ്ടാവില്ല എന്നാണ് എന്നോട് ചില ലീഗ് സുഹൃത്തുക്കളും പറഞ്ഞത് അങ്ങനെയാണ്. അവരുടെ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് അത് പിടിക്കാൻ കഴിയുന്ന ഒരു നില വന്നിട്ടില്ല എന്നവർ കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. KMCC മുമ്പ് പറഞ്ഞ പോലെ വി.ഡി. സതീശൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് പോയി എന്ന് പറഞ്ഞ വിമാനം പോലെ വന്നില്ല. അവിടുന്ന് KMCC പ്രവർത്തകർക്ക് വലിയ തോതിൽ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്യാൻ പറ്റാതെ പോയത് ഏറ്റവും യുദ്ധത്തിന്റെ അധികം സാഹചര്യം അല്ലേ? കുറ്റ്യാടിയെ ബാധിക്കും എന്ന് Yes, അവർ ഒരു സംശയവുമില്ല. കാണുന്നുണ്ട്. അതെ. അത് നാദാപുരത്തെയും ആ പ്രശ്നം ബാധിക്കാനുണ്ട്. കാരണം ബാധിക്കാം. ഇതുപോലെ തന്നെ KMCC പ്രവാസികളുള്ളൊരിടം കൂടിയാണ്, അതും ബാധിക്കാം. അപ്പോൾ അത് കാരണം ഈ മണ്ഡലങ്ങളിൽ ജയിച്ചു കാരണം മറ്റിടത്തൊന്നും KMCC പ്രവർത്തകരിൽ ഇല്ല. വോട്ട് ചെയ്യുന്നില്ലെന്നല്ല. ഇല്ല, അങ്ങനെയല്ല. പക്ഷേ ഈ മണ്ഡലങ്ങളിൽ ഈ ഒരു അധിക സഹായം കൂടി വരുമ്പോഴാണ് UDF-ന് പുതിയൊരു സാഹചര്യം ഉണ്ടെങ്കിൽ UDF-ന് അനുകൂലമായ ഒരു ട്രെൻഡ് കോഴിക്കോട് ഉണ്ടെങ്കിൽ അവർക്കത് ഉറപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല. ഇത് ഇടതുപക്ഷത്തിനും ഉണ്ട്, ഇടതുപക്ഷത്തെ പ്രവാസികളായിട്ടുള്ള ആളുകൾ അതെ, വോട്ട് ചെയ്യും. അതെ. പക്ഷേ അത് ഇതുപോലെ ശക്തമായി ഇത്രയും ബൾക്കായിട്ട് വരുന്നൊരു നില പ്രതീക്ഷിക്കേണ്ടതില്ല KMCC പോലെ. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളും ഒക്കെ അവിടെ വന്നു ചേരാവുന്നതാണ്.